മൗലവി പറയുന്നു, ആലപ്പുഴയില് അയാള് പ്രസംഗിച്ചിട്ട് ഞാൻ വാണിമേൽ നിന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുമോ? സയ്യിദ് സലഫി ചോദിക്കാണ് ഇവിടുന്ന് ഈ ചേറ്റിയിൽ വന്നിട്ട്. ആലപ്പുഴയിൽ നിന്ന് പ്രസംഗിച്ചതിന് വാണിമേൽ നിന്ന് മറുപടി പറഞ്ഞ എന്താണ്? ആ മൗലവിക്ക് വിവരം അറിയോ? ഞാൻ മൗലവിന്റെ പുരേന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് കട്ടിപ്പാറ പോയി പ്രസംഗിച്ച്. മൗലവി പോയത് എനിക്ക് മറുപടി പറയാൻ അയാളെ നാട്ടിൽ നിൽക്കാതെ ആലപ്പുഴക്ക് പോയി. ആലപ്പുഴ പോയിട്ട് അയാൾ പ്രസംഗിച്ചു. അപ്പൊ വാണിയെ പോയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. അതൊന്ന് വെച്ചുകൊടുക്ക്. അയാൾ പറയുന്നത് ആലപ്പുഴ പോയിട്ട് ആൾ അയാൾ പ്രസംഗിച്ചിട്ട് ഞാൻ വാണിയെന്നാ മറുപടി പറഞ്ഞത്. അത് വെച്ചോട്ടാ മതി. ഞാൻ ആലപ്പുഴയിൽ പോയി പ്രസംഗിച്ചപ്പോ പേരോട് ആലപ്പുഴയിൽ വന്നോ? പേരോട് വാണിമേലിലാ മരുന്ന് വെക്കുന്നത്. ആലപ്പുഴയിൽ ഹുസൈൻ സലഫി പ്രസംഗിച്ച CD ഇറങ്ങിയപ്പോ അത് ക്ലിപ്പിട്ടിട്ട് നിങ്ങൾ വാണിമേലിലെ പ്രസംഗം തുടങ്ങിയതെന്താ? ഇത് മുജാഹിദിൻ നേതാവ് ഹുസൈൻ സലഫിയുടെ ആലപ്പുഴ പ്രസംഗത്തിന് മറുപടിയാണ്. ആലപ്പുഴയിൽ മുറിഞ്ഞതിന് വാണിമേലിലാ മരുന്ന് വെക്കൽ പേരോട് നിങ്ങളെ. അപ്പൊ ആലപ്പുഴ മൂപ്പര് പ്രസംഗിച്ചിട്ട് ഞാൻ വാണിമേലിന് മറുപടി വെച്ചു. മൂപ്പര് ആലപ്പുഴ പോയെന്തായാലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ചിട്ട് കൊല്ലത്തിരിയായി. സ്വന്തം നാട്ടിൽ വീട്ടിന്റെ അടുത്ത് ഞാൻ വെറുതെ പ്രസംഗിച്ചതല്ല, ഇയാൾ എന്നെ ക്ഷണിച്ചിട്ട് പോയി പ്രസംഗിച്ചാണ്. ഇവിടെ നാദാപുരത്തുനിന്ന് ഞാൻ ചോദിച്ചു, അയാളെ സ്വന്തം ബാപ്പാരെ തന്നെ പരിഹസിച്ചിട്ട് മുസ്ലിയാമാര് യാസീൻ ഓതി പൈസ വാങ്ങുന്ന കീശയിലിടുന്നതായി കാണിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ ബാപ്പല്ലേ ആ പണി സാധാരണ എടുക്കാറ്, നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടാറില്ലേ മുമ്പ്? അങ്ങനെയല്ലേ സംഭവം ഉള്ളത്? നിങ്ങൾ ഈ ബാപ്പാൻ എന്തിനാ നാദാപുരത്ത് വന്നിട്ട് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? മൂപ്പര കുടുംബക്കാരൊക്കെ ഉണ്ടാവൂലേ, ചേട്ടനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ യാസീൻ ഓതിയിട്ട് മുസ്ലിംമാര് കീശ പൈസ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന ഈ പ്രസംഗം സ്വന്തം നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു, അങ്ങ് വാ, എവിടെയും പ്രസംഗിക്കൂ. എനിക്കെന്താ എവിടെയും പ്രസംഗിക്കുന്നത് കുഴപ്പമുണ്ടോ? എവിടെയും പ്രസംഗിക്കും, അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ കുറെ കാത്തു നോക്കി, ഇയാൾ പ്രസംഗിക്കുന്നില്ല. അവസാനം പിന്നെ ഞാൻ തന്നെ പോയി പ്രസംഗിച്ച അയാളെ നാട്ടിൽ. എന്നിട്ടും അയാൾ വന്നില്ല. അതൊന്ന് കേട്ടോളൂ, എന്നിട്ട് അതിന്റെ രസാലല്ല. അങ്ങനെ ഇയാള് നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ വന്നതിന്റെ CD ഇറക്കി, എല്ലാവർക്കും കിട്ടി. ഇവിടുന്ന് മൂപ്പര് ചോദിച്ചത് ഞാനിങ്ങനെ ക്ഷണിച്ചിനോ? അതെല്ലാം കൂടി ഒന്ന് കേട്ടോളി. ഇവർക്ക് ആദ്യം പറഞ്ഞൊരു പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? മൗലവിനെ ഇവിടെ കാണാലോ, മൗലവി എന്നെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ മുജാഹിദീങ്ങളെ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത്, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാള് സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ല എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെ മൂപ്പര് പറഞ്ഞു ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്റെ ഒരു സ്വപ്നം കണ്ടതാ. അങ്ങോട്ട് വാ നാട്ടിലേക്ക് പറയാ, പിന്നെ ഇതെന്തെങ്കിലും അത് സ്വപ്നം കണ്ടതാ? ഒന്ന് വെച്ചത് രണ്ടും കൂട്ടിയിട്ടൊന്ന് വെച്ചോട്ടാ മനെ. അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ?